പാസ്സാക്കുക എന്ന ശ്രീ എം ആർ അഭിലാഷ് ഇപ്പം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ചർച്ച നടക്കുന്ന സമയത്ത് അതിലുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അതായത് ഭേദഗതി ബില്ല് പാസ്സാക്കുക എന്നത് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും പ്രതിപക്ഷത്തിന് നൽകാൻ തയ്യാറാണ്, നിങ്ങളൊന്ന് ഇതിനോട് സമവായപ്പെടൂ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മുഴുവൻ ക്രെഡിറ്റും പ്രതിപക്ഷം എടുത്തോളൂ ഇത് പാസ്സാക്കുകയാണ് എങ്കിൽ എന്ന്. അപ്പോൾ കെ സി വേണുഗോപാൽ തിരിച്ചു പറഞ്ഞത് ഇപ്പോൾ നടപ്പിലാക്കൂ, ഈ 543 നടപ്പിലാക്കൂ, എന്നിട്ട് മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾ എടുക്കൂ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന്റെ ഒരു വനിതാ നേതാവ് പറയുന്നുണ്ടായിരുന്നു, സ്ത്രീകൾ ഒരു മുറിയിൽ ഇരിക്കണമെങ്കിൽ അവർക്ക് അധികമായി കസേര കൊണ്ടുവന്നാലേ അവർക്ക് ഇരിക്കാനുള്ള ഇടം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. അത് ഇന്ത്യൻ പാർലമെന്റിലും അങ്ങനെ തന്നെ വേണമെന്നാണോ? ഒരു പ്രാതിനിധ്യ നിയമം നടപ്പിലാക്കണമെങ്കിൽ ഇരിക്കാൻ ഇടം കൂടുതൽ കണ്ടുപിടിക്കണമെന്ന നിർബന്ധ ബുദ്ധി എന്തിനാണ് നിയമപരമായി? മാധു, ഇവിടെ 3-4 വിഷയങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഈ നിയമം നോട്ടിഫൈ ചെയ്ത്, അതായത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നേരത്തെ ശ്രീ ഷിബു ഇവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 2023 നിയമമാണ് അത്. 2026 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം നോട്ടിഫൈ ചെയ്യുന്നതിന് എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായി? ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി വന്നപ്പോഴാണ് നോട്ടിഫൈ ചെയ്തത്. അതിൻ്റെതായ പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. രണ്ടാമത്, തിടുക്കപ്പെട്ട് ഇത് നടപ്പാക്കുന്നതിനും അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 2023 നിയമം പാസ്സാക്കുന്ന സമയത്ത് ഇല്ലായിരുന്ന ഏത് ചിന്തയാണ് ഇപ്പം പുതിയതായിട്ട് മറ്റൊരു ഭേദഗതിയെക്കുറിച്ച് ചിന്തിക്കാൻ ഉതകിയത് എന്നുള്ളത്, ഡിഫറൻസ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ ഈ 2 രാഷ്ട്രീയ വിഷയങ്ങളും മാറ്റി നിർത്തിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇത് പരിശോധിക്കുമ്പോൾ പിടിച്ചതിനെക്കാട്ടിലും വലുതാണ് ഇപ്പൊ അളയിൽ കിടക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ ഭേദഗതി പാസ്സാക്കിയിരുന്നു എന്നിരിക്കട്ടെ, ഈ 2027 സെൻസസിന്റെ ഡേറ്റ കിട്ടുന്നത് 2028 അവസാനത്തേക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു മിനിമം 3 വർഷമെങ്കിലും എടുക്കും. കാരണം കഴിഞ്ഞ ഡീലിമിറ്റേഷൻ 2002 നിയമപ്രകാരം നടന്നത്, പ്രസിഡൻഷ്യൽ ഓർഡർ വന്നത് 2008 അപ്പൊ ഇത്രയധികം കാലവിളംബം ഉണ്ടായി. കാരണം ആ എക്സർസൈസ് എന്ന് വെച്ചാൽ വ്യാപകമായിട്ടുള്ള ഒരു എക്സർസൈസ് ആണ്. അപ്പോ ഇപ്പം സീറ്റിന്റെ എണ്ണം കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു ഡീലിമിറ്റേഷൻ നടപടിക്രമത്തിലേക്ക് പോകുന്നത് ഇന്ത്യൻ പാർലമെന്റ് നിരാകരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ സീറ്റിന്റെ എണ്ണം കൂട്ടാന്നതിനെ കുറിച്ച് ഇവർ ചിന്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭരണഘടനാ ഭേദഗതി നിയമം പാസ്സാക്കുന്നതിന് വ്യാപകമായിട്ട് വേണ്ട സപ്പോർട്ട് നമുക്കറിയാം. നോർത്ത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാട്രിയാർക്കലാണ്. ഇപ്പൊ ഈ ഉള്ളതിന്റെ 1/3 സീറ്റ് ഏത് നേതാവ് സാക്രിഫൈസ് ചെയ്യും മാധു? നേതാക്കന്മാര്, പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സ്, പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടിയെ ചലിപ്പിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ സീറ്റ് നഷ്ടപ്പെടും. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും അവരിൽ നല്ലൊരു ശതമാനം പുറത്തിരിക്കേണ്ടി വരും. അപ്പൊ ആ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഈ അംഗബലം കൂട്ടിയതിന് ശേഷം 1/3 കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ നേതാക്കന്മാരൊക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അത് അങ്ങനെ ഒരു രാഷ്ട്രീയ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ, അത് നിയമത്തിൽ എഴുതപ്പെട്ടു വരുവാൻ സാധ്യമല്ല, സമവായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ മൂവ് ചെയ്തത്. പെട്ടെന്ന് ഇത് കൊണ്ടുവരുന്നതിന് രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇനി ഇപ്പൊ ഇത് പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി ഇതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡീലിമിറ്റേഷൻ ഇപ്പം 2023 നിയമപ്രകാരം ഡീലിമിറ്റേഷൻ ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. 27 സെൻസസിന്റെ ഡേറ്റ 28 വരും. ഡീലിമിറ്റേഷൻ മിനിമം ഒരു 3 വർഷമെങ്കിലും ആ ഡീലിമിറ്റേഷൻ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും. 3-ലധികം എടുത്തേക്കാം, പക്ഷെ 3 വർഷമെങ്കിലും. കാരണം രാജ്യമെമ്പാടും നടന്നു ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അങ്ങനെ 2028 പിന്നെ 2031 ഈ സർക്കാരിന് ശേഷം, പുതിയ സർക്കാർ വന്നതിന് ശേഷം മാത്രമേ ഇത് നടപ്പാക്കുന്ന നടപടിക്രമത്തിലേക്ക് പോകാൻ കഴിയൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒബ്ജക്ട് ചെയ്യുന്നത് ഈ അംഗബലം പെട്ടെന്ന് ഉയർത്തുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഈ 2031 32 ഡീലിമിറ്റേഷൻ നടക്കുമ്പോൾ, നിലവിലുള്ള അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുമ്പോൾ, കേരളത്തിനും തമിഴ്നാടിനും ജനസംഖ്യ അടിസ്ഥാനത്തിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക എന്നുള്ളത് ഭരണഘടനയുടെ അനിവാര്യതയാണ്. ആർക്കും അതിനെ തടയാൻ കഴിയില്ല. അന്ന് ആരധികാരത്തിലിരുന്നാലും, കോൺഗ്രസ് അധികാരത്തിലിരുന്നാലും BJP അധികാരത്തിലിരുന്നാലും, ഭരണഘടന ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞ് രാജ്യമൊട്ടുക്ക് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് വളരെ ശക്തമായിട്ട് ഇത് ആവശ്യമായിട്ട് ഉന്നയിക്കും. പക്ഷേ ആ സമയത്ത് പ്രശ്നം വരാൻ പോകുന്നത്
ഭേദഗതി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കാർക്കും ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും തടയാൻ കഴിയാത്ത രീതിയിൽ ഭരണഘടനയുടെ 82-ാം അനുച്ഛേദം അതിൻ്റെതായ സ്വാഭാവികമായ പ്രക്രിയയിലേക്ക് കടക്കും. ഭേദഗതി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നത് പോലെ ഇപ്പോൾ കേരളത്തിലെ ഒന്നുകൂടി ലഘുവാക്കിയാൽ ഇപ്പോൾ കേരളത്തിലെ ഈ 20 സീറ്റുകൾ 30 സീറ്റുകളാക്കുന്നതിന് പകരം ഈ പോപ്പുലേഷൻ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 23-24 സീറ്റ് ആ നിലയ്ക്ക് മാത്രമേ ഇനി ഇത് ചട്ടപ്പടി വരുമ്പോൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണോ അങ്ങ് പറയുന്നത്? ഇല്ല, അല്ല, അങ്ങനെ അല്ല മാധു ഞാൻ പറഞ്ഞത്. 20 സീറ്റ് വെച്ച് തന്നെ ഡീലിമിറ്റേഷൻ നടത്താൻ വെക്കും. ഡീലിമിറ്റേഷന് പാർലമെന്റിന്റെ അംഗബലം ഉയർത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അമേരിക്കയിൽ ഡീലിമിറ്റേഷൻ നടക്കാറുണ്ടല്ലോ. അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ ഡീലിമിറ്റേഷൻ നടക്കാറുണ്ടല്ലോ. അവർ അംഗബലം ഉയർത്തുന്നത് നെസസറി അല്ല. അപ്പോ അംഗബലം ഉയർത്താതെയും നമുക്ക് ഡീലിമിറ്റേഷൻ നടത്താം. എല്ലാ ഡീലിമിറ്റേഷനും അംഗബലം ഉയർത്താറില്ല. പക്ഷെ അംഗബലം ഉയർത്താതെ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാർജിനലായിട്ട് മാത്രം ഉയർത്തിയിട്ട് നടക്കുമ്പോൾ വരുന്ന സാങ്കേതികമായിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഒരു വോട്ട്, ആ വോട്ടിന് രാജ്യമെമ്പാടും ഒരേ മൂല്യം എന്ന ഭരണഘടനാ തത്വം 81, 82, 170 വകുപ്പുകൾ പ്രകാരം വിഭാവനം ചെയ്തിട്ടുള്ള മൂല്യം ആർക്കും തടുക്കാൻ കഴിയാത്ത രീതിയിൽ സ്വാഭാവികമായിട്ട് നിലവിൽ വരുമ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് ആ ഒരു നഷ്ടം സഹിക്കേണ്ടി വരും. അപ്പൊ ഇപ്പോ രാഷ്ട്രീയ കാരണങ്ങൾ ശരിയാണെങ്കിൽ കൂടിയും ഇപ്പോ ഭരണഘടനാ ഭേദഗതിയെ എതിർക്കുന്ന ആൾക്കാർ അന്ന് അധികാരത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടി വരും, അംഗബലം കൂട്ടി. ഇനി അവർ അധികാരത്തിലല്ല, ഇപ്പം BJP സർക്കാരാണ് ഇനി വരുന്നതെങ്കിൽ BJP സർക്കാരിനോട് ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യമെമ്പാടും ഇത്തരത്തിലുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തേണ്ടതായിട്ട് വരും. ഇതാണ് ഇതിന്റെ ഒരു ഐറണി.